ചെയ്യുമ്പോഴത്തേക്ക് അല്പം വ്യത്യസ്തമായ എന്തെങ്കിലും വണ്ടിയായിട്ട് വേണമല്ലോ വരാൻ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പാറ്റേൺ ഓഫ് വെഹിക്കിൾസിലേക്കാണ് ഇന്ന് ഞാൻ മീഡിയ ഡ്രൈവിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫ്യൂച്ചറിസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ട് ഒരു EV വെഹിക്കിളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര XUV 400 ആണ്. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര XUV 400 EV. സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ ഒരു കോപ്പർ ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഒരു കോപ്പർ എലമെൻ്റൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെല്ലാം ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ താഴേക്ക് എയർ ഡാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. XUV 300 കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ ഫിലോസഫി തന്നെയാണ് ഈ XUV 400 മഹീന്ദ്ര ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ XUV 300 നിന്ന് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു മേജറായിട്ടൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, XUV 300 ലെങ്ത് എന്ന് പറയുന്നത് അറൗണ്ട് 4 മീറ്ററിന് താഴെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് അറൗണ്ട് 4.9 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിലും ലെഗ് റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിലും XUV 300 അല്പം കൂടെ കൂടുതലാണെന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ നമ്മൾ നോർമലി XUV 300 കണ്ടിട്ടുണ്ടായിരുന്നത് ഈ LED ലൈറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഈ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവിടെ വെച്ചത് NDU ആണ്. കൂടാതെ താഴേക്ക് ഒരു ബ്രോൺസിൻ്റെ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോപ്പർ ബ്രോൺസ് എന്ന് തോന്നിക്കുന്ന ഒരു ഫിനിഷ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഇവിടെ ഒരു ഫോഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയും ഒരു ബ്രോൺസിൻ്റെ എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ട് പ്രൊഫൈൽ വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ XUV 400 സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 16 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ആ അലോയ് വീലിൻ്റെ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രോപ്പർ SUV ക്യാരക്ടർ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് വൈസ് ഇതിൻ്റെ ആ ഒരു ORVM ആണെന്നുണ്ടെങ്കിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. A പില്ലർ, B പില്ലർ, C പില്ലർ എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ എനിക്ക് തോന്നിയത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രോം ആക്കാമായിരുന്നു എന്നൊരു സജഷൻ എനിക്ക് തോന്നിയെങ്കിലും ഇതും അത്ര മടുപ്പിക്കുന്ന ഫീലൊന്നുമില്ല. വളരെ ഡീസൻ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കീലെസ് എൻട്രിക്കുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺസിൻ്റെ കളറിലുള്ള ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ നോർമലി എല്ലാ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലും ലൈക്ക് നമുക്ക് ചില വാഹനങ്ങളുടെ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ കാണുമ്പോൾ അല്പം വിയേർഡായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു മിക്കവാറും നമ്മൾ ടാറ്റയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒരു ബ്ലൂ ഒരു ക്ലാഡിങ്ങും അതുപോലെ ഒരു ബ്ലൂ ടൈപ്പ് എന്തെങ്കിലും ഒരു എലമെൻ്റൊക്കെ സൈഡിലും മേളിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ വളരെ ഡീസൻ്റായിട്ടാണ് ഈ ഒരു ബ്രൗൺസിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അപ്പർ പാർട്ട് കംപ്ലീറ്റ് ബ്രൗൺസിൻ്റെ ഫിനിഷും താഴെ വൈറ്റും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡ്യുവൽ ടോൺ കളർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്താണെന്നറിയത്തില്ല, ഈ വാഹനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ വന്നിരിക്കുന്നവരൊക്കെ പലരും വന്ന് ചോദിക്കാനൊക്കെ തുടങ്ങി, ഇത് EV ആണോ, എൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ വാഹനത്തിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ഡിസൈനും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീന നമുക്ക് കാണാം. ഒരു റിയർ സ്പോയിലറുണ്ട്, അതോടൊപ്പം റിയർ വൈപ്പർ, ഒരു ഡീഫോഗറൊക്കെ ഇതിനകത്ത് കാണാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ആദ്യം മുതലേ പറയുന്ന പോലെ ഒരു ബ്രോൺസിൻ്റെ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു മഹീന്ദ്രയുടെ ലോഗോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. XUV 400 എന്ന് പറയുന്ന ലോഗോയും ഒരു ബ്രോൺസിൻ്റെ ഫിനിഷിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ EV കാണിക്കുന്ന EVയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 378 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. വണ്ടിയുടെ നീളം അതുപോലെ കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബൂട്ട് ലിറ്റർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അത്യാവശ്യം ഒരു വലിയ ലഗേജൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാതൊരു 3-4 എയർ ബാഗൊക്കെ നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനുള്ള സ്പേസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റിൻ്റെ ഉള്ളിലും ഒരു കോപ്പർ ഫിനിഷ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ XUV 400 EVയുടെ ഇൻറ്റീരിയർ. സോ എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു എലമെന്റ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിന് നമ്മുടെ പ്രീവിയസ് XUV 400 ഇന്റീരിയർ എല്ലാം ഡ്യുവൽ ടോൺ ഒന്നും ആയിരുന്നില്ല. ഇവിടെ ബ്ലാക്കും അതുപോലെ ഒരു ബീജ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലൊരു വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഡിസൈനാണ് ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ നോബാണ്. കാര്യം നമ്മൾ ഈ അത്യാവശ്യം
പ്രീമിയം ആയിട്ടുള്ള വെഹിക്കിൾസ് ലൈക്ക് ജാഗ്വാർ അതുപോലെ BM-ലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഗിയർ നോബാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാര്യം നോർമലി EV വെഹിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല EV വെഹിക്കിൾസിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു ഇന്റീരിയറിലോട്ട് കയറിയിരുന്ന് കഴിയുമ്പോൾ ഭയങ്കര ഓക്വേർഡ് അല്ലെങ്കിൽ അല്പം വിയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് ഇന്റീരിയറിൽ ഇരിക്കുമ്പോൾ. ലൈക്ക് വൈസ് ഈ വാഹനം ഇപ്പൊ പുതിയ XUV 300യിൽ പഴയ 400യിൽ നിന്ന് പുതിയ 400 EV-യിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒത്തിരി ചേഞ്ചസ് ഈ വാഹനത്തിന് ഇന്റീരിയറിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞ ഡ്യുവൽ ടോൺ ഇന്റീരിയേഴ്സ്. സെക്കൻഡ്ലി ഇതിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ക്ലോസ്ഡ് ആയിരുന്നു ആദ്യം. അത് ഈ ഒരു വാഹനത്തിൽ കംപ്ലീറ്റ് ഒരു 10 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഓഡോമീറ്റർ കൊടുത്തിട്ടുള്ളത്. അതും ഒരു 10 ഇഞ്ച് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് കാണുന്നത് ലൈക്ക് വൈസ് നമ്മളെല്ലാ മഹീന്ദ്ര വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഉള്ള ഒരു AC-യുടെ കൺട്രോൾസ് എല്ലാം അതുപോലെ തന്നെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രോൺസിന്റെ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ എവിടെയൊക്കെ ബ്രോൺസിന്റെ എലമെന്റ് കൊടുക്കാവോ, ഒരു കോപ്പറിന്റെ ഫിനിഷ് കൊടുക്കാവോ അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ വോളിയം കൺട്രോൾ ചെയ്യുന്ന പോർഷനിലും ഒരു ബ്രോൺസിന്റെ എലമെന്റ് ഉണ്ട്. ആ ഒരു എലമെന്റ് ആണ് ഈ വാഹനത്തിന്റെ ഒരു മൊത്തത്തിൽ ഒരു ഇന്റീരിയർ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത്. ബോത്ത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓൾസോ. അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺവീനിയന്റ് ആയിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റിയറിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നടുക്ക് മഹീന്ദ്ര എന്നുള്ളൊരു ചെറിയ ലോഗോ, വലിയ ലോഗോ അല്ല, ഒരു ചെറിയ ലോഗോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് വൈസ് ഈ വാഹനത്തിന്റെ ആ ഒരു കൺട്രോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം വളരെ ഈസി ആയിട്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഓഡിയോ കൺട്രോൾസും അതുപോലെയുള്ള ക്രൂയിസ് കൺട്രോൾ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. മിനിമം 30 കിലോമീറ്റർ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ക്രൂയിസ് സെറ്റ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ EV-യിൽ നിന്ന് ഈ ഒരു 400 EV-യിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഫോഗ് ലാമ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ്. പിന്നെ മെയിനായിട്ട് ഇന്റീരിയറിൽ പറയാനുള്ളത് ഈ ഒരു 10 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ്. 10 ഇഞ്ച് ഡിസ്പ്ലേയും അതുപോലെ ഓഡോമീറ്ററും കംപ്ലീറ്റ്ലി ഒരു 10 ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിനകത്ത് ഈ കീയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. ലൈക്ക് ഇതൊരു ഹാൻഡ് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഒരു EV വെഹിക്കിൾ വന്നു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ അത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അടുത്ത അപ്ഡേഷനിൽ വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതും അത്യാവശ്യമുള്ള പേഴ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സിംഗിൾ പെയിൻ സൺറൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പനോരമിക്ക് ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു സജഷൻ തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചസ് വരുന്ന ഈ കൺട്രോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു പോർഷൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് ബട്ടൺ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ക്രോം ഫിനിഷാണ്. ഇതൊക്കെയാണ് ഇന്റീരിയറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ എസ്പെഷ്യലി ഇതിനകത്തൊരു മേജർ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു വയർലെസ് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം ഇതിനകത്ത് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വാഹനത്തിന്റെ ബാക്ക് സീറ്റും കൂടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ മഹീന്ദ്ര XUV 400 EV-യുടെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ ഈ ബാക്ക് സീറ്റും വളരെ ഡീസെന്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ വാഹനത്തിന്റെ ബാക്ക് സീറ്റിൽ കൊടുത്തിട്ടുള്ളത്. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കോമ്പറ്റീറ്ററായ ടാറ്റ നെക്സോൺ EV-യിലേക്ക് എനിക്ക് ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈറ്റ് മാക്സിമം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് ലെവൽ ഒരു അല്പം കുറവാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ ഇതിന്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഇതിന്റെ തൈ സപ്പോർട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഒരു നല്ല തൈ സപ്പോർട്ട് ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോർമലി ഈ വാഹനത്തിന് അധികം സെൻട്രൽ ടണലൊന്നുമില്ല. EV വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ടണലില്ല. അതുകൊണ്ട് തന്നെ 3 പേർക്ക് കാലൊക്കെ നീട്ടി വെച്ച് സുഖമായിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാം. 3-4 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ആ ഹാൻഡ് റെസ്റ്റും കൂടെ ഒക്കെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് ഈ വാഹനത്തിലിരുന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പുറകിലും ഒരു 2 AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഫ്രണ്ട് സീറ്റിൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ AC ആണ് വരുന്നത്. ഇത്രയൊക്കെയാണ് ബാക്ക് സീറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.
സോ നമ്മൾ മഹീന്ദ്ര XUV 400 EV ആണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാഹനത്തിന്റെ ഒരു ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആണ് ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം. കാര്യം നോർമലി ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് EV വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നെക്സോൺ EV, ടിയാഗോ EV ഒക്കെ ഞാൻ ഡ്രൈവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൽ അല്പം കൂടെ ഒരു സ്റ്റിഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡ്രൈവബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ആ ഡ്രൈവിംഗ് കൺട്രോൾസ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം സ്റ്റിഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് EVയോട് ഒരല്പം ആഗ്രഹങ്ങളൊക്കെ തോന്നുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാര്യം സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആണ്. അതുപോലെ തന്നെ സീറ്റിംഗ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അധികം ഒരു നല്ലൊരു ബാക്ക് സപ്പോർട്ടും ഒക്കെ തരുന്ന രീതിയിൽ തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ മേജറായിട്ട് പറയേണ്ടതിന്റെ സസ്പെൻഷൻ ക്വാളിറ്റിയാണ്. സസ്പെൻഷനും വളരെ ഒരു നല്ല സസ്പെൻഷൻ ഈ വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്താണെന്നുണ്ടെങ്കിലും വലിയ ബോഡി റോളോ ഒലച്ചിലോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു ലോങ് റേഞ്ച് ആണ്. ഈ ലോങ് റേഞ്ച് വെഹിക്കിളിന്റെ ബാറ്ററി പാക്കപ്പ് എന്ന് പറയുന്നത് 39.5 കിലോവാട്ട് അവർ ആണ്. 178 BHP പവറാണ് ഈ വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഒരു കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ലോങ് റേഞ്ചിന് നമുക്ക് കമ്പനി പറയുന്നത് 470 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി പറയുന്നുണ്ടെങ്കിൽ പോലും അറൌണ്ട് ഒരു 390 410 മിഡിലായിട്ട് എന്തായാലും ഒരു നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു റേഞ്ച് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അറൌണ്ട് ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 17 to 21 lakh ആണ് ഇതിന്റെ ഒരു പ്രൈസിംഗ് വരുന്നത്. ഇനി ഒരു വാഹനത്തിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഒരു നോർമലി പല വെഹിക്കിൾസിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒത്തിരി ഹാർഷായിരിക്കും. അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചില വണ്ടികളിൽ ഇപ്പോൾ തോന്നാറുണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡോമീറ്ററിന്റെ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വാഹനത്തിനെ പറ്റിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഓഡോമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് ഈ വാഹനത്തെ എത്ര കിലോമീറ്റർ റേഞ്ച് നമുക്കിനി കാണിക്കുന്നുണ്ട്. അതുപോലെ ചാർജിങ് ഇനി ഇപ്പോഴത്തെ കറണ്ട് ചാർജ് എത്രയുണ്ട്, ഇനി എത്ര കിലോമീറ്റർ റേഞ്ച് നമുക്ക് കിട്ടും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ടൈം, ഇതെല്ലാം ബാറ്ററി ഇൻഫോ എവരിത്തിങ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കമാൻഡിങ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് ഈ വാഹനത്തിന്റെ ഒരു ബോണറ്റ് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത്രയും ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഒട്ടും നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രൈവ് ഒന്നുമല്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്കിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിന്റെ കംപ്ലീറ്റ്ലി ഒരു ഡിസൈൻ കൊണ്ടുപോയിരിക്കുന്നത്. ഇനിയൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും XUV 400 EV നമുക്കൊന്ന് ആലോചിക്കാവുന്ന കാര്യം തന്നെയാണ്. കാര്യം ഞാൻ പോലും അത്രയും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഒരു കംഫർട്ട് ലെവലും കാര്യങ്ങളൊക്കെ മഹീന്ദ്രയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? കാര്യം മഹീന്ദ്രയുടെ ഡീസൽ വണ്ടികളിൽ നിന്നൊക്കെ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. മഹീന്ദ്രയുടെ ഡീസൽ വണ്ടി ഉപയോഗിച്ചവർക്കൊക്കെ പെട്ടെന്ന് മഹീന്ദ്രയിൽ നിന്ന് ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടും എന്നൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതുപോലെ റഫായിട്ടുള്ള വാഹനങ്ങളാണ് മഹീന്ദ്രയുടെ താറും അതുപോലെ XUV 500 ഒക്കെ നമുക്കറിയാവുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഫാർ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണിത്. പിന്നെ നോർമലി ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ക്വൈറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിന്റെ കൺട്രോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വാഹനത്തിന്റെ ഓൾമോസ്റ്റ് എവരി കൺട്രോൾസും കാര്യങ്ങളൊക്കെ അതുപോലെ ലൈറ്റ് ആണ്. എങ്കിലും ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് XUV 400 EV. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാഹനം വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നേരെ നമ്മുടെ മരടുള്ള വയലാട്ട് മഹീന്ദ്രയിലോട്ട് ചെല്ലാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ 400 എടുത്തുകൊണ്ട് നമുക്ക് ഇറങ്ങാം.